നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നല്ല രീതിയിൽ സംസാരിക്കുക എന്നത്, മനോഹരമായി സംസാരിക്കുക എന്നത്, എഫക്റ്റീവായി കൊണ്ട് സംസാരിക്കുക എന്നത് ജീവിതത്തിൽ വിജയിക്കാൻ അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, നമ്മുടെ പേഴ്സണൽ ലൈഫിലും, നമ്മുടെ ഫാമിലി ലൈഫിലും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും, നമ്മുടെ സോഷ്യൽ ലൈഫിലുമൊക്കെ നമുക്കൊരു വാല്യൂ നൽകുന്ന രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റിയെടുക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നത്. അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് നാം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ അതിനെ സഹായിക്കുന്ന ഏറ്റവും ലളിതവും എന്നാൽ വളരെ എഫക്റ്റീവുമായിട്ടുള്ള 5 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ഒന്നാമത്തത്, ഇറ്റ്സ് നോട്ട് വാട്ട് യു സേ ബട്ട് ഹൗ യു സേ ഇറ്റ്. നമ്മൾ എന്തു പറഞ്ഞു എന്നതിലല്ല, നമ്മൾ എങ്ങനെ പറഞ്ഞു എന്നതിലാണ് കാര്യം. ഒരു വിഷയത്തെ നമുക്ക് പല രീതിയിൽ പറയാം. ആളുകൾ ഒരു വാക്കിനെ തന്നെ പല രീതിയിൽ അർത്ഥങ്ങൾ നൽകിയേക്കാം, പല രീതിയിൽ മനസ്സിലാക്കിയേക്കാം. നാം ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എന്നാൽ നാം എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിച്ചത് എന്നതാണ് വിഷയം. നാം അതിനെ ആളുകൾക്ക് ഒരേ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കമ്മ്യൂണിക്കേഷൻ എന്നത് 25% മാത്രമാണ് ആ വിഷയത്തെ സ്വാധീനിക്കുന്നത്. ബാക്കി 75% നമ്മൾ എങ്ങനെ പറഞ്ഞു, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ വോയിസ് ടോൺ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ മുഖഭാവം, അതുപോലെയുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഒരേ വാക്ക് തന്നെ ഒരു പക്ഷേ സ്നേഹത്തോടെ പറയുന്ന അർത്ഥം ആളുകൾ എടുത്തേക്കാം, ദേഷ്യത്തോടു കൂടി പറയുന്ന ആളുകൾ എടുത്തേക്കാം, ഒരു സഹായം ചോദിക്കുന്ന രീതിയിൽ ആളുകൾ എടുത്തേക്കാം. ഒരൊറ്റ വാക്ക് തന്നെ നിങ്ങൾക്കറിയുന്നതാണ്, ഞാനതിനെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നാം എങ്ങനെയാണ് അതിനെ പെരുമാറുന്നത്, നാം എങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത് എന്നതാണ്. 30% മാത്രമാണ് വാക്കുകൾക്ക് കമ്മ്യൂണിക്കേഷനിൽ സ്വാധീനമുള്ളത്. ബാക്കി 70% നമ്മുടെ ബോഡി ലാംഗ്വേജും, നമ്മുടെ വോയിസ് ടോണും, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും, നാം അവതരിപ്പിക്കുന്ന രീതിയുമൊക്കെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നാം ഉദ്ദേശിച്ച അർത്ഥം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നാം നമ്മുടെ ആശയത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയുന്ന രീതിയിൽ തന്നെയായിരിക്കണം നാം ആ വിഷയത്തെ, നാം ആ സംസാരത്തെ വിന്യസിക്കുന്നത്. കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം സ്മൈൽ എന്നതാണ്. നാം ഒരാളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചാൽ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മുഖഭാവം, ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് നൽകിയാൽ ആ ആൾക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മളോട് അടുത്തു വരാനും ഒക്കെയുള്ള ഒരു ടോക്കൺ നൽകുന്നത് പോലെയാണത്. അതുകൊണ്ട് നമ്മുടെ മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ, ഒരു പുഞ്ചിരിയുടെ ഒരു അടയാളപ്പെടുത്തൽ വേണം. അതുകൊണ്ട് ഒരാളെ നോക്കി അങ്ങനെ ചിരിക്കണമെന്നല്ല, അതിനൊരു പരിധിയുണ്ട്. പക്ഷെ ഒരു ഫസ്റ്റ് നമ്മൾ കാണുന്ന ആദ്യത്തെ ആ 7 സെക്കൻഡിൽ ആ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നാം അവരെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായി നിന്നാൽ നമുക്ക് സംസാരിക്കേണ്ട വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇയാൾ എനിക്ക് പറ്റിയ ഒരാളാണ് എന്നൊരു തോന്നൽ സൃഷ്ടിക്കുകയും അങ്ങനെ ആ പെട്ടെന്ന് നമുക്ക് ആ ബന്ധം സ്ഥാപിക്കാനും കഴിയും. കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന മൂന്നാമത്തെ ടിപ്പ്, ടോക്ക് അബൌട്ട് ദ അതർ പേഴ്സൺസ് ഇൻട്രസ്റ്റ്. നാം നമ്മുടെ ടോക്ക് ആരംഭിക്കുന്ന സമയം മുതൽ, നാം സംസാരിച്ച് തുടങ്ങുന്ന സമയം മുതൽ ആദ്യം നമ്മുടെ എതിർവശത്തുള്ള ആരോടാണോ നാം സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് നാം ആദ്യഘട്ടത്തിൽ സംസാരിച്ചാൽ അത് അദ്ദേഹത്തിന് നമ്മുടെ സംസാരത്തെ ശ്രദ്ധിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. നമ്മളെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നില്ല. നേരെ മറിച്ച് അവരുടെ വിജയങ്ങളെ, അവരുടെ സന്തോഷങ്ങളെ, അവരുടെ ഹോബികളെ ഒക്കെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ ഇൻട്രസ്റ്റോടു കൂടി അത് കേൾക്കും. അങ്ങനെ അത് സംസാരിച്ചു കൊണ്ടിരിക്കെ അതിൻ്റെ ഇടയിലൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് അവരോട് എന്താണോ പറയാനുള്ളത്, അല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ടെക്നിക്കൊക്കെ നമ്മൾ സെയിൽസിൻ്റെ മേഖലയിലൊക്കെയാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് നാം ഒരു വിഷയം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലേക്കാണ് നാം പോകുന്നത് എങ്കിൽ അവിടെ കിളികളും പറവകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ, അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലായാൽ അതിനെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളും അതിനെക്കുറിച്ചുള്ള
കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് അദ്ദേഹത്തെ ഒരു സംസാരിക്കാനുള്ള മൂഡിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മുടെ ആശയത്തെ, നമ്മുടെ പ്രോഡക്റ്റിനെ, നമ്മുടെ ഐഡിയയെ അവർക്ക് നൽകാൻ നമുക്ക് കഴിയും. അത്തരം സംസാരങ്ങൾ കൂടുതൽ എഫക്റ്റീവായി മാറും. കമ്മ്യൂണിക്കേഷനെ മനോഹരമാക്കുന്ന നാലാമത്തെ കാര്യം, ബി കൈൻഡ് ആൻഡ് സ്പീക്ക് പൊളൈറ്റ്ലി. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ, നമ്മുടെ ശൈലി ഒക്കെ വളരെ ദയാപൂർവവും മാന്യവുമായിരിക്കുക. നമ്മൾ എല്ലായ്പ്പോഴും സംസാരിക്കുമ്പോൾ ഒരു എമ്പത്തറ്റിക് ആയിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള, അല്ലായെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള വാക്കുകളും മറ്റുള്ളവരെ കൃത്യമായി ബഹുമാനിക്കുകയും അവരോട് ദയാപൂർവവും ഒക്കെ ആയിക്കൊണ്ടാണ് നാം സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന ഒരു തോന്നൽ അവരിൽ ഉണ്ടാകുകയും അവർ മാന്യമായിട്ടാണ് അവരോട് നാം പെരുമാറുന്നത് എന്നതുകൊണ്ടും നമ്മളൊരു മാന്യനാണ് എന്ന ഒരു തോന്നലവരിൽ സൃഷ്ടിക്കുകയും അതിലൂടെ ഈ കമ്മ്യൂണിക്കേഷനെ എളുപ്പമാക്കുകയും നമ്മുടെ സംസാരത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ ആശയത്തെ എല്ലാം ഒരു മാന്യതയുള്ള കാര്യമായി അവർ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബി കൈൻഡ് ആൻഡ് പൊളൈറ്റ്. സംസാരത്തെ രസകരവും മനോഹരവും എഫക്റ്റീവുമാക്കാൻ കഴിയുന്ന അഞ്ചാമത്തെ ടിപ്പ് എന്നത് ബിൽഡ് എ സ്ട്രോങ് ഐ കോണ്ടാക്ട്. ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. അത് നമുക്ക് കോൺഫിഡന്റ് വരികയും നമ്മൾ കോൺഫിഡന്റ് ആണ്, നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിൽ നമ്മൾ കോൺഫിഡന്റ് ആണ് എന്ന ഒരു ആധികാരിക ഭാവം നമുക്ക് നൽകുന്നതോടൊപ്പം നമ്മുടെ ആശയത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ മാറിപ്പോകാതെ കൃത്യമായി പിടിച്ചു നിർത്താനും അത് സഹായിക്കും. നെപ്പോളിയന്റെ ഒരു വാക്കുണ്ട്, നിങ്ങൾ ഒരു മനുഷ്യനെ ഒരു വിഷയം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകളോട് സംസാരിക്കുക എന്നത്. ഇഫ് യു വാണ്ട് ടു കൺവിൻസ് എ മാൻ, ടോക്ക് ടു ഹിസ് ഐ. നിങ്ങൾക്ക് ഒരാളോട് ഒരു വിഷയത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരാളെ നിങ്ങളുടെ ആശയത്തിലേക്ക് ക്ഷണിക്കണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളോട് സംസാരിക്കുക എന്നത്. അങ്ങനെ നമ്മൾ കണ്ണുകളിൽ നോക്കി സംസാരിച്ചുകൊണ്ട്, അങ്ങനെ സംസാരത്തെ മനോഹരമാക്കാൻ ഈ വീഡിയോയിൽ നാം പറഞ്ഞ 5 കാര്യങ്ങൾ. ഒന്ന്, ഇറ്റ് നോട്ട് വാട്ട് യു സേ ബട്ട് ഹൗ യു സേ ഇറ്റ്. നിങ്ങൾ പറഞ്ഞ കാര്യം എന്ത് എന്നതിനേക്കാൾ എങ്ങനെ പറഞ്ഞു എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മുടെ വോയിസ് ടോണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, കമ്മ്യൂണിക്കേഷനിൽ 30% മാത്രമാണ് വാക്കുകൾക്ക് പ്രാധാന്യം എന്നതും 70% നമ്മുടെ ബോഡി ലാംഗ്വേജിനാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം സ്മൈൽ ആണ്, പുഞ്ചിരിയാണ്. നമ്മൾ ഒരു പുഞ്ചിരിച്ചുകൊണ്ടാണ് ഒരു വിഷയത്തെ ഒരാളെ സമീപിക്കുന്നത് എങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അവരുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. അതിലൂടെ നമുക്ക് അദ്ദേഹവുമായിട്ടുള്ള ഒരു സംസാരത്തെ ഓപ്പൺ ചെയ്യാൻ കഴിയും. മൂന്നാമത്തത്, ടോക്ക് അബൌട്ട് ദ അതർ പേഴ്സൺസ് ഇൻട്രസ്റ്റ്. മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നാം സംസാരിക്കുകയും അവരുടെ താല്പര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ആശയത്തെ അവർക്ക് നൽകുകയും ചെയ്യുക. നാലാമത്തെ കാര്യം, ബി കൈൻഡ് ആൻഡ് സ്പീക്ക് പൊളൈറ്റ്ലി. ആളുകളുമായി സംസാരിക്കുമ്പോൾ ദയാപൂർവവും സഹാനുഭൂതി അടങ്ങിയതും മാന്യവുമായ രീതിയിൽ നാം സംസാരിക്കുക. അതിലൂടെ നമ്മളൊരു മാന്യനാണ് എന്നും നമ്മൾ പറയാൻ പോകുന്ന വിഷയം മാന്യതയുള്ളതാണ് എന്നും അവർക്ക് ബോധ്യപ്പെടുകയും നാം പറയുന്ന വിഷയങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് കൂടുതൽ സഹായമാകുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം, ബിൽഡ് എ സ്ട്രോങ് ഐ കോണ്ടാക്ട്. ഒരാളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിച്ചാൽ നമ്മൾ കോൺഫിഡൻ്റ് ആയി നമുക്ക് സംസാരിക്കാൻ കഴിയുകയും അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറാതെ നാം പറയുന്നതിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ പിടിച്ചു നിർത്താനും നമുക്ക് കഴിയും. അങ്ങനെ ഈ 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സംസാരത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.